ഇറാന്റെ നിയന്ത്രണത്തിലുള്ള ഹോർമുസ് കടലിടുക്ക് കടൽ കടന്ന് മോചിപ്പിക്കുക എന്ന ബാലിഗേറ മല അമേരിക്ക കയറുമോ? അത്തരം നീക്കത്തിന് മുതിരുന്ന അമേരിക്കൻ കപ്പലുകൾ ഇറാന്റെ മൈനുകളിൽ തട്ടി കടലാഴങ്ങളിലേക്ക് മാഞ്ഞു പോകുമോ? ആകാശയുദ്ധത്തിലൂടെ ഹോർമുസിനെ മോചിപ്പിക്കുവാൻ സാധ്യമല്ലെന്ന കണ്ടെത്തൽ അമേരിക്ക അംഗീകരിച്ചിരിക്കുന്നു. ഇനി ഏക പോംവഴി എന്ത് വില കൊടുത്തും ഇറാന്റെ കൈവശമുള്ള ഹോർമുസ് കടലിടുക്ക് പിടിച്ചടക്കുക എന്നതാണ്. അത് സാധ്യമാകണമെങ്കിൽ കടൽ കടക്കുക തന്നെ വേണം. പക്ഷേ എങ്ങനെ? കടലാഴങ്ങളിലാകെ ഇറാന്റെ കൊടും പ്രഹരശേഷിയാൽ നിക്ഷിപ്തമായിരിക്കുകയാണ്. അഥവാ കടൽ കടക്കുന്ന ഏതൊരു കപ്പലിനെയും നിമിഷ നേരം കൊണ്ട് മുക്കിക്കളയാൻ പാകത്തിലുള്ള മൈനുകളാൽ ചതിക്കുഴികൾ ഒരുക്കിയിരിക്കുകയാണ് ഇവിടങ്ങളിലെല്ലാം ഇറാൻ. അമേരിക്ക എന്നല്ല, ഏത് രാജ്യത്തിൻ്റെ ഏതു കപ്പൽ ഇതുവഴി കടന്നാലും അവ പൊട്ടിത്തെറിക്കും. ഇറാൻ നിർദ്ദേശിക്കുന്ന ഇടങ്ങളിലൂടെയല്ലാതെ ഈ കടൽ കടക്കുക ഏതൊരു കപ്പലിനും ഇപ്പോൾ പ്രയാസമാണ്. 1000 മുതൽ 5000 വരെ മൈനുകൾ ഇറാന്റെ കയ്യിൽ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതിൽ 1000 വരെ മൈനുകൾ കടലിൽ വ്യത്യസ്ത ലെയറുകളിലായി സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ടാകാം എന്നാണ് അമേരിക്ക ഇതുവരെ ഉള്ള നിരീക്ഷണത്തിൽ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയെ ഇത് മുറിച്ചു കടക്കാൻ പ്രേരിപ്പിക്കാത്തതിന് പിറകിലുള്ള പ്രധാന കാരണവും ഇത് തന്നെയാണ്. ഇറാന്റെ ഈ നീക്കം തകർക്കാൻ മൈനുകൾ കണ്ടെത്തി നശിപ്പിക്കുന്ന പ്രത്യേക പരിശീലനം ലഭിച്ച 2500-ലധികം മറീനുകളെ പശ്ചിമേഷ്യയിലേക്ക് അയക്കുകയാണ് അമേരിക്കയുടെ അടുത്ത നീക്കം. എന്നാൽ അവയും അത്ര എളുപ്പമല്ല എന്നാണ് പറയപ്പെടുന്നത്. അതിന് ഒരുപാട് കാരണമുണ്ട്. ആദ്യം എന്താണ് മൈനുകളെന്ന് നോക്കാം. അതിനു മുൻപ് ഇറാൻ പ്രധാനമായും പ്രയോഗിക്കുന്ന അസിമെട്രിക് വാർഫെയർ എന്ന തന്ത്രത്തെക്കുറിച്ച് നമ്മൾ അറിയണം. അഥവാ സൈനിക ശക്തിയിൽ വളരെ പിന്നിലുള്ള ഒരു രാജ്യമോ ഗ്രൂപ്പോ തങ്ങളെക്കാൾ കരുത്തനായ ഒരു ശത്രുവിനെ നേരിടാൻ ഉപയോഗിക്കുന്ന തന്ത്രപരമായ യുദ്ധരീതിയാണ് ഇത്. നേർക്കുനേർ നിന്ന് യുദ്ധം ചെയ്താൽ വലിയ ശക്തിയോട് ജയിക്കില്ലെന്ന് ഉറപ്പുള്ളപ്പോഴാണ് ഇത്തരം രീതികൾ പ്രയോഗിക്കുന്നത്. അതാണിപ്പോൾ ഇറാൻ പയറ്റുന്നതും. ശത്രുവിൻ്റെ ബലഹീനതകൾ കണ്ടെത്തുക, സ്വന്തം പരിമിതികളെ അത്യാധുനികമോ അപ്രതീക്ഷിതമോ ആയ ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ മറികടക്കുക എന്നതാണ് ഇതിൻ്റെ കാതൽ. ഇതിൽ വലിയ ടാങ്കുകളോ വിമാനവാഹിനി കപ്പലുകളോ അല്ല പ്രധാനം, മറിച്ച് ശത്രുവിനെ കുഴപ്പിക്കുന്ന യുദ്ധതന്ത്രങ്ങളാണ്. ഗറില്ല യുദ്ധമുറകൾ, കുറഞ്ഞ ചിലവിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് കോടികളുടെ ആസ്തികൾ, കപ്പലുകൾ പോലെയുള്ളവ തകർക്കൽ, സ്വാമിംഗ് അഥവാ 100 കണക്കിന് ചെറിയ ബോട്ടുകൾ ഉപയോഗിച്ച് ഒരു വലിയ കപ്പലിനെ വളയുക, ഇതൊക്കെ ഇതിന് ഉദാഹരണമാണ്. വലിയ കപ്പലിന് ഒരേ സമയം ഇത്രയും ചെറിയ ലക്ഷ്യങ്ങളെ നേരിടാൻ പ്രയാസമായിരിക്കും. അതോടൊപ്പം തന്നെ സൈബർ ആക്രമണം, പ്രോക്സി യുദ്ധം, ഇതെല്ലാം അസിമെട്രിക് വാർഫെയർ എന്ന യുദ്ധതന്ത്രത്തിൽ പെടുന്നവയാണ്. ഈ രീതിക്ക് ഏറ്റവും അനുയോജ്യമാണ് മൈനുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം. ചിലവ് കുറഞ്ഞ ആയുധമാണ് എന്നതാണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. കേവലം $1500 മാത്രമേ ഒരു മൈനിനുള്ളൂ എന്ന് നമ്മൾ ഓർക്കണം. എന്നാൽ അതുണ്ടാക്കുന്ന പ്രഹരം അത് വിലമതിക്കാൻ കഴിയാത്തതുമാണ്. ഇറാന്റെ കയ്യിൽ 4 തരം മൈനുകൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഒന്ന്, കോണ്ടാക്ട് മൈനുകൾ. കപ്പൽ മൈനിൽ നേരിട്ട് മുട്ടുമ്പോൾ അവ പൊട്ടിത്തെറിക്കും. ലളിതമായ സാങ്കേതിക വിദ്യയാണ് എന്ന് മാത്രമല്ല, ഇതൊരു പഴയ രീതി കൂടിയാണ്. 2, മൂഡ് മൈനുകൾ എന്ന് പറയും. കടലിൻ്റെ അടിത്തട്ടിൽ കെട്ടിയിട്ടിരിക്കും. ചങ്ങലകളിലോ മറ്റോ ഒക്കെ ആയിട്ടാണ് ഇത് കെട്ടിയിടുക. നിശ്ചിത ആഴത്തിൽ ഇതിങ്ങനെ പൊങ്ങിക്കിടക്കും. കപ്പലുകളുടെ റഡാറിൽ പെടാൻ വളരെ പ്രയാസമുള്ളവയാണ് ഇവകൾ. മൂന്നാമത്തേത് ഇൻഫ്ലുവൻസ് മൈനുകളാണ്. കപ്പലുകൾ അടുത്തു വരുമ്പോഴുണ്ടാക്കുന്ന ശബ്ദം, കാന്തിക മാറ്റം, മർദ്ദം എന്നിവ തിരിച്ചറിഞ്ഞ് പൊട്ടിത്തെറിക്കും. ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രഹരവും അപകടകാരിയും ഈ ഗണത്തിൽപ്പെടുന്നവയാണ്. വിപുലമായ സെൻസറുകൾ തന്നെ ഇതിന് ഉണ്ടാകും എന്നതാണ് ഇതിൻ്റെ സാങ്കേതികമായിട്ടുള്ള വലിയ മാറ്റം. അവസാനത്തേത് ലിംപെറ്റ് മൈനുകൾ എന്ന് പറയും. മനുഷ്യർ നേരിട്ടോ കാന്തിക വിദ്യ ഉപയോഗിച്ചോ കപ്പലിൻ്റെ അടിഭാഗത്ത് ഒട്ടിച്ചു വെക്കും. പലപ്പോഴും നീന്തിയൊക്കെ പോയി വെക്കുന്ന സംവിധാനങ്ങളൊക്കെ പഴയ കാലത്തുണ്ടായിരുന്നു. ഇന്നതിനൊക്കെ അസാധ്യമായിരിക്കും. പകരം അതെങ്ങനെ എന്നതൊക്കെ നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. 2019 ഒമാൻ ഉൾക്കടലിലെ ടാങ്കറുകൾക്ക് നേരെ ഇവ ഉപയോഗിച്ചതായുള്ള ആരോപണങ്ങളുണ്ട്. ഇതുകൂടാതെ വലിയ കപ്പലുകൾക്ക് പകരം സ്പീഡ് ബോട്ടുകൾ ഉപയോഗിച്ച് വളരെ വേഗത്തിലും രഹസ്യമായും മൈനുകൾ വിക്ഷേപിക്കാം. ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ കടലിൻ്റെ അടിത്തട്ടിൽ മൈനുകൾ സ്ഥാപിക്കാൻ ഇറാൻ തങ്ങളുടെ ചെറിയ അന്തർവാഹിനികൾ തന്നെ ഉപയോഗിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഹെലികോപ്റ്ററുകളിൽ നിന്നും വിമാനങ്ങളിൽ നിന്നും മൈനുകൾ കടലിൻ്റെ ആഴങ്ങളിലേക്ക് വർഷിച്ച് നിക്ഷേപിക്കാനും സാധിക്കും എന്നതുമൊക്കെ ഇത് വിക്ഷേപിക്കുന്ന രീതികളാണ്. ഇനി ഒരു മൈൻ പൊട്ടിത്തെറിക്കുമ്പോൾ
കപ്പലിൻ്റെ അടിഭാഗത്ത് കൂറ്റൻ ദ്വാരങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുക. ഇത് കപ്പലിൻ്റെ എൻജിൻ റൂമിനെയോ പ്രൊപ്പല്ലറിനെയോ ഒക്കെ തകർത്ത് കളയും. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കപ്പൽ മുങ്ങാൻ കാരണമാവുകയും ഒക്കെ ചെയ്യും. ഇത് കടൽ ഗതാഗതം പൂർണ്ണമായും നിലപ്പിക്കാൻ കാരണമാകുന്ന ഒന്നുകൂടിയാകും. ഇതിനെ ഭയപ്പെട്ടുകൊണ്ടാണ് അമേരിക്ക ഉൾപ്പെടെ ഇപ്പോൾ നിശ്ചലമായി നിൽക്കുന്നത്. ഇനി ഇതിനെ എങ്ങനെ മറികടക്കാൻ കഴിയുമെന്നതാണ് അടുത്ത ചോദ്യം. ഇവയെ നിർവീര്യമാക്കാനുള്ള മൈനുകളെ കണ്ടെത്തുകയും നശിപ്പിക്കാനും ഉപയോഗിക്കുന്ന രീതിയെ, അതിൻ്റെ സാങ്കേതിക വിദ്യയെ MCM അഥവാ മൈൻ കൗണ്ടർ മെഷർ എന്നാണ് വിളിക്കുന്നത്. അതിനായി മൈൻ സ്വീപ്പിംഗ് എന്ന തന്ത്രമാണ് ഇവിടെ പ്രയോഗിക്കുക. കപ്പലുകളുടെ ശബ്ദമോ കാന്തികതയോ അനുകരിക്കുന്ന ഉപകരണങ്ങൾ കടലിലൂടെ വലിച്ചു കൊണ്ടുപോകും. മൈനുകൾ ഇത് യഥാർത്ഥ കപ്പലാണെന്ന് തെറ്റിദ്ധരിച്ച് പൊട്ടിത്തെറിക്കും. മറ്റൊന്ന് മൈൻ ഹണ്ടിങ് ആണ്. സോണാർ ഉപയോഗിച്ച് മൈനുകൾ എവിടെയാണെന്ന് കണ്ടെത്തും. ശേഷം റിമോട്ട്ലി ഓപ്പറേറ്റഡ് വെഹിക്കിൾസ് അഥവാ ROV എന്ന റോബോട്ടുകളെ അയച്ചുകൊണ്ട് അവ നിർവീര്യമാക്കും. അമേരിക്ക തങ്ങളുടെ ലിറ്ററൽ കോമ്പാറ്റ് ഷിപ്സ് അഥവാ LCS എന്ന അത്യാധുനിക കപ്പലുകളും സീഹോക്ക് ഹെലികോപ്റ്ററുകളും ഇതിനായി ഉപയോഗിക്കാറുണ്ട് എന്ന് പറയപ്പെടുന്നു. കൂടാതെ സ്വയം പ്രവർത്തിക്കുന്ന ആധുനിക അണ്ടർ വാട്ടർ ഡ്രോണുകൾ അഥവാ UUVകൾ ഉപയോഗിച്ചും മൈനുകളെ കണ്ടെത്തുകയും അവയെ തകർക്കുകയും ചെയ്യുന്നു. എങ്കിലും ആയിരക്കണക്കിന് മൈനുകൾ വിതറിയ ഒരു കടലിടുക്ക് വൃത്തിയാക്കുക അല്ലെങ്കിൽ അത് നശിപ്പിക്കപ്പെടുക എന്നത് മാസങ്ങൾ നീളുന്ന വലിയൊരു വെല്ലുവിളിയാണെന്ന് മാത്രമല്ല അത്യന്തം അപകടം നിറഞ്ഞതുമാണ്. ഇറാന്റെ നിർണായക സ്വാധീനമുള്ള ഇവിടെ നിരീക്ഷണത്തിനായി ഇറാന്റെ വ്യത്യസ്ത സംവിധാനങ്ങൾ ഉണ്ട് എന്നത് ഈ ഇത്തരം ശ്രമങ്ങൾക്ക് ഏൽക്കുന്ന മറ്റൊരു തിരിച്ചടി കൂടിയാണ്. അതും ഈ രാജ്യങ്ങളെയൊക്കെ കുഴക്കുകയാണ്. അതിലൊന്നാണ് അന്തർവാഹിനികൾ ഒളിപ്പിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ. കണ്ണുകൾ കൊണ്ടോ മറ്റോ പെട്ടെന്ന് കണ്ടെത്താൻ കഴിയാത്ത തരത്തിലുള്ള മിസൈലുകൾ അഥവാ മണ്ണിനടിയിലും മറ്റുമൊക്കെ അവ കുഴിച്ചിട്ട രീതിയിലുണ്ടാകും. പക്ഷേ ഈ നിർദ്ദേശമോ മറ്റോ ലഭിക്കുന്ന മുറക്ക് അവ സ്വയം പൊട്ടിത്തെറിക്കും എന്നതാണ്. അതോടൊപ്പം തന്നെ ആളില്ലാ ബോട്ടുകൾ ഇവയൊക്കെ നേരിടുക കൂടി വളരെ പ്രയാസമാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് UUVകൾ കൊണ്ടുള്ള ആക്രമണം. കഴിഞ്ഞ ദിവസം ഇറാൻ ഒരു എണ്ണക്കപ്പൽ തകർക്കുന്നത് ആളില്ലാ ബോട്ട് ഉപയോഗിച്ചുകൊണ്ടാണ്. ഇതുകൂടാതെ ഏതെങ്കിലും കപ്പലുകളുടെയോ മറ്റോ നേതൃത്വത്തിൽ ഹോർമുസിലേക്ക് കടക്കാൻ ശ്രമിച്ചാലും ഇറാൻ വളരെ പെട്ടെന്ന് അവയെ കണ്ടെത്തി നശിപ്പിക്കാൻ സാധിക്കുമെന്ന് അമേരിക്ക ഇപ്പോൾ മറൈനുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രദേശത്തേക്ക് വരാനിരിക്കുകയാണ്. 2500ഓളം ആളുകൾ, അവരെ സേവിക്കുന്ന അകമ്പടി കപ്പലുകളുണ്ട്. അതോടൊപ്പം തന്നെ കടലാഴങ്ങളിലൂടെ മുങ്ങാൻ ചുഴിയിട്ടുകൊണ്ട് പോകുന്ന ചില സംവിധാനങ്ങളുണ്ട്. ഇവയൊക്കെ ഇത്തരം കപ്പലുകളോ ഇത്തരം നീക്കങ്ങളോ ഒക്കെ നിരീക്ഷിക്കാൻ ഇറാന് പ്രകൃതിപരമായ മറ്റൊരു സൗകര്യം കൂടിയുണ്ട്. ഹോർമുസ് കടലിടുക്കിനെ ഒരു കുപ്പിയുടെ കഴുത്ത് പോലെ എന്നാണ് ചില നിരീക്ഷകരൊക്കെ പറയുന്നത്. നിയന്ത്രിക്കാൻ ഇറാന് സാധിക്കുന്നത് ഇവിടുത്തെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ടാണത്രേ. കടലിടുക്കിനോട് ചേർന്ന് നിൽക്കുന്ന ഇറാന്റെ തീരപ്രദേശ പർവ്വത നിരകൾ പ്രകൃതിദത്തമായ നിരീക്ഷണ കേന്ദ്രങ്ങൾ അഥവാ ഒബ്സർവേഷൻ പോസ്റ്റുകൾ, മിസൈൽ ലോഞ്ചറുകൾ ഒളിപ്പിച്ചു വെക്കാനുള്ള താവളങ്ങളൊക്കെ ആക്കിയിട്ടാണ് ഇറാൻ ഉപയോഗിക്കുന്നത്. അഥവാ ഈ കടലിലൂടെ വരുന്ന കപ്പലുകളെ ഉയരത്തിലുള്ള പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ഇറാന് നിരീക്ഷിക്കാൻ സാധിക്കും. ആ കപ്പലുകളുടെ നീക്കം തിരിച്ചറിഞ്ഞ് മിസൈലുകൾ തൊടുക്കാൻ സാധിക്കും. ഹോർമുസ് കടലിടുക്കിന് സമാന്തരമായി കിടക്കുന്ന സാഗ്രോസ് പർവ്വത നിരകളുടെ തെക്കേ അറ്റമാണ് ഇറാന്റെ പ്രധാനമായ ഇത്തരം പ്രതിരോധ കോട്ട എന്നാണ് പറയുന്നത്. ഈ മൊബാറക് എന്ന ഹോർമുസ് കടലിടുക്കിൻ്റെ ഏറ്റവും ഇടുങ്ങിയ ഭാഗത്തിന് തൊട്ടടുത്തുള്ള ഈ പ്രദേശം ഇത്തരം നിരീക്ഷണത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെയാണ് ഇറാൻ തങ്ങളുടെ ആധുനിക റഡാർ സംവിധാനങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത്. മറ്റൊന്ന് ബന്ദർ അബ്ബാസിന് പിന്നിലെ കുന്നുകളാണ്. ഇറാന്റെ പ്രധാന നാവിക താവളമായ ബന്ദർ അബ്ബാസിന് ചുറ്റുമുള്ള പർവ്വതങ്ങളിൽ നിന്ന് കടലിടുക്കിലെ കപ്പൽ നീക്കങ്ങൾ ദൂരദർശിനികൾ വഴിയും സെൻസറുകൾ വഴിയും ഒക്കെ വ്യക്തമായിട്ട് ഇവർക്ക് കാണാൻ സാധിക്കും. മറ്റൊന്ന് ഇതിനൊക്കെ എത്ര ദൂരപരിധി ഉണ്ട് എന്നുള്ളതാണ്. ഈ നിരീക്ഷണ കേന്ദ്രവും കപ്പലുകൾ വരുന്ന സമയങ്ങളും ഒക്കെ എത്ര ദൂരപരിധിയിലുണ്ട് എന്നുള്ളത് മറ്റൊരു ഇറാൻ അനുകൂലമായിട്ടുള്ള കാര്യമാണ്. ഈ പർവ്വതങ്ങളുടെ ഉയരം ഇറാന് വലിയൊരു ലൈൻ ഓഫ് സെറ്റ് നൽകുന്നതോടൊപ്പം ഇതിൻ്റെ റഡാർ പരിധി പർവ്വതമുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഖദീർ പോലെയുള്ള റഡാറുകൾക്ക് ഏകദേശം 600 മുതൽ 1100 കിലോമീറ്റർ വരെ ദൂരത്തിലുള്ള വിമാനങ്ങളെയും കപ്പലുകളെയും കണ്ടെത്താൻ സാധിക്കുമെന്നതാണ്. ഇതിൻ്റെ മിസൈൽ പരിധി കേൾക്കുമ്പോഴാണ് നമ്മൾ ഞെട്ടുക. പർവ്വതങ്ങൾക്കുള്ളിലെ ഗുഹകളിൽ ഒളിപ്പിച്ചിരിക്കുന്ന മിസൈലുകൾക്ക്, ഉദാഹരണത്തിന് അബു മഹദി മിസൈൽ 1000 കിലോമീറ്റർ കൂടുതൽ ദൂരത്തുള്ള കപ്പലുകളെ കൃത്യമായിട്ട് ആക്രമിക്കാൻ ഇതിന് സാധിക്കും. എന്നാൽ
ഹോർമുസ് കടലിടുക്കിൻ്റെ വീതി എന്ന് പറയുന്നത് കേവലം 33 കിലോമീറ്റർ മാത്രമായതിനാൽ പർവ്വതങ്ങളിൽ ഇരുന്നു കൊണ്ട് സാധാരണ റഡാറുകൾ ഉപയോഗിച്ച് പോലും ഓരോ കപ്പലിൻ്റെയും നീക്കം സെക്കൻഡുകൾക്കുള്ളിൽ തിരിച്ചറിയാൻ ഇറാന് കഴിയുകയും അങ്ങനെ ആക്രമിക്കാൻ കഴിയും എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ അനുകൂല ഘടകമാണ്. പർവ്വതങ്ങൾക്ക് പുറമെ കടലിടുക്കിന് നടുവിലുള്ള 3 ദ്വീപുകൾ കൂടി ഇറാൻ ഇത്തരം നിരീക്ഷണത്തിനായി ഉപയോഗിക്കുന്നുണ്ട്. അതിലൊന്ന് അബുമുസ ദ്വീപ്, മറ്റൊന്ന് ഗ്രേറ്റർ ടൺബ് ദ്വീപ്, മറ്റൊന്ന് ലെസ്റ്റർ ടൺബ് എന്നീ 3 ദ്വീപുകളാണ് ഇത്. ഈ ദ്വീപുകളിൽ ഇറാൻ അത്യാധുനിക സെൻസറുകളും സ്പീഡ് ബോട്ടുകളും ഒക്കെ വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ആയിരക്കണക്കിന് മൈനുകൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ കടലിടുക്കിൽ വിതറാൻ ഇറാന് സാധിക്കും. ഒരു വലിയ എണ്ണക്കപ്പൽ അഥവാ സൂപ്പർ ടാങ്കർ തകരുകയോ മുക്കുകയോ ഒക്കെ ചെയ്താൽ ആ പ്രദേശം മുഴുവൻ എണ്ണ പരക്കുകയും മാസങ്ങളോളം ഗതാഗതം തടസ്സപ്പെടുകയും ഒക്കെ ചെയ്യുകയായിരിക്കും ഇത്തരത്തിൻ്റെ തിക്തഫലം എന്ന് പറയുന്നത്. ഇത് ലോക സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ പര്യാപ്തമായിരിക്കും എന്നതാണ് പറയപ്പെടുക. അമേരിക്ക നേരിടുന്ന പ്രധാന വെല്ലുവിളി കൂടി പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം. അമേരിക്കയുടെ 5ാം കപ്പൽപ്പട അഥവാ US 5th ഫ്ലീറ്റ് ബഹ്റൈനിലാണ് ആസ്ഥാനമാക്കിയിരിക്കുന്നത്. അവർക്ക് അത്യാധുനിക സാങ്കേതിക വിദ്യകളൊക്കെ ഉണ്ടെങ്കിലും ഹോർമുസിൽ ഇറാൻ ഒരുക്കുന്ന പ്രതിബന്ധങ്ങൾ മറികടക്കുക അത്ര എളുപ്പമല്ല എന്ന് തന്നെയാണ് യുദ്ധവിദഗ്ധരും അമേരിക്കയുടെ ഇത്തരം നീക്കങ്ങൾക്ക് പിറകിൽ അമേരിക്കയോട് നോ പറയുന്ന ബുദ്ധിയുള്ള ആളുകൾ പറയുന്ന കാര്യം എന്ന് നമുക്ക് വളരെ ലളിതമായിട്ട് പറയാം. അതിലൊന്ന് റഡാർ ബ്ലൈൻഡ് സ്പോട്ടുകളാണ്. കടലിടുക്കിലെ മലനിരകളും വളവുകളും ഇറാൻ്റെ മിസൈലുകൾ ഒളിപ്പിച്ചു വെക്കാൻ സഹായിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ മറ്റു രൂപം. മറ്റൊന്ന് പ്രോക്സി യുദ്ധം. ഇറാൻ്റെ നേരിട്ടുള്ള സൈന്യത്തിന് ആർട്ടിഷിന് പുറമെ വെല്ലുവിളികൾ ഉയർത്തുന്നത് റവല്യൂഷണറി ഗാർഡ്സ് അഥവാ IRGC ഗ്രൂപ്പ് കൂടിയാണ്. ഈ മേഖലയിലെ കടൽ ഇവരാണ്, IRGC ആണ്, ഈ 2 ടീമുകളുമാണ് നിയന്ത്രിക്കുന്നത്. അവർക്ക് ഗറില്ല യുദ്ധമുറകളിൽ വലിയ പരിശീലനമൊക്കെയുണ്ട്. ഇവയെല്ലാം മറികടന്നുള്ള രംഗപ്രവേശനം അമേരിക്കക്ക് ചാവേർ പരിവേഷമായിരിക്കും സമ്മാനിക്കുക. അതിന് അമേരിക്ക എത്രമാത്രം മുതിരും എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഏതായിരുന്നാലും എന്ത് വില കൊടുത്തും ഹോർമുസ് സംരക്ഷിക്കും. അഥവാ തങ്ങളുടെ കയ്യിലുള്ള എണ്ണയല്ല ഈ ഇറാൻ്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് ഈ ഹോർമുസ് ആണ്. ഈ ഹോർമുസ് അടച്ചു കഴിഞ്ഞാൽ മറ്റു രാഷ്ട്രങ്ങളെ അവർക്ക് സമ്മർദ്ദത്തിലാക്കാൻ സാധിക്കുമെന്നതുകൊണ്ട് അത് നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അത് തങ്ങളുടെ കൈവശത്തു നിന്ന് ഉതിർന്നു പോകാത്ത തരത്തിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യാൻ ഇറാൻ പ്രതിജ്ഞാബദ്ധമായിരിക്കും. അതവരുടെ കയ്യിൽ നിന്ന് കൈവിട്ട് കഴിഞ്ഞാൽ ഇറാനെ കീഴടക്കുക എളുപ്പവുമായിരിക്കും. Waytonikah.com, the exclusive Muslim matrimonial site.